മനസ്സിൽ ഇടം നേടിയ ടാൻസാനിയൻ ഇൻഫ്ലുവൻസറാണ് കിളിപോൾ എന്ന മലയാളികളുടെ ഉണ്ണിയേട്ടൻ. ലിപ്സിംഗ് വീഡിയോകളിലൂടെ ലോക ശ്രദ്ധ നേടിയ ടാൻസാനിയൻ താരം യൂസഫ് കിംസേര എന്ന കിളിയെ ഇന്ന് 10.4 മില്യൺ ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സിനിമകളിലെ ഗാനങ്ങൾക്ക് ലിപ്സിംഗ് ചെയ്തും നൃത്തം ചെയ്തുമാണ് കിളിപോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. മലയാളം പാട്ടുകൾ കൂടി ചെയ്തു തുടങ്ങിയപ്പോൾ കിളി കേരളത്തിലും ആരാധകരായി. കിളിയുടെ ജീവിതകഥ ഇപ്പോൾ മാസായി വാരിയർ എന്ന പേരിൽ സിനിമയാകുകയാണ്. സതീഷ് തൻവിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഒരു ടാൻസാനിയൻ സിനിമാറ്റിക് യാത്ര എന്ന ടാഗ്ലൈനിൽ എത്തുന്ന പോസ്റ്റർ അണിയറക്കാർ പുറത്തിറക്കി. ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയിൽ കിളിപോൾ തന്നെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. കിളിയുടെ ജന്മസ്ഥലമായ ടാൻസാനിയയിൽ തന്നെയാണ് പ്രധാന ലൊക്കേഷനുകൾ. സതീഷ് തൻവി ഇന്നസെന്റ് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മാസായി വാരിയർ. കിളിപോൾ ആദ്യമായി അഭിനയിച്ച മലയാള സിനിമയാണ് ഇന്നസെന്റ്. മലയാള ഭാഷയ്ക്ക് പുറമെ മാസായി ഇംഗ്ലീഷ്, സ്വാഹിലി, സിംഹള, ഫ്രഞ്ച്, പോളിഷ്, സ്പാനിഷ്, ടാഗലോഗ്, ജർമ്മൻ, അറബിക്, ഉസ്ബെക്കിസ്ഥാൻ, ഹിന്ദി, കന്നഡ, തമിഴ്, തെലുങ്ക്, ബംഗാളി, ഉറുദു, ജാപ്പനീസ്, പഷ്തോ, സിന്ധി, ബലൂച്ച്, പഞ്ചാബി തുടങ്ങി 25ലധികം ഭാഷകളിലാണ് മാസായി വാരിയർ എന്ന സിനിമ ഒരുങ്ങുന്നത്. മാറ്റിനി പ്രൈം പ്രൊഡക്ഷൻസ്, തിയേറ്റർ സ്റ്റോറീസ് എന്നീ ബാനറുകളിൽ പ്രിയദർശിനി, PM നജ്മുദ്ദീൻ എന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷാ സിനിമ നിർമ്മിക്കുന്നത്. നിഖിലേഷ് പ്രവീണാണ് ഛായാഗ്രഹണം. PV ഷാജികുമാർ ആണ് സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നത്. കിളിപോളിന് പുറമെ മറ്റ് ടാൻസാനിയൻ താരങ്ങളും ചില ഇന്ത്യൻ താരങ്ങളും ഈ സിനിമയിൽ അഭിനയിക്കുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. പബ്ലിസിറ്റി ഡിസൈൻ 10 പോയിന്റ്സ്. PRO ശിവപ്രസാദ്.